ഗൾഫിലേക്കുള്ള വിമാന സർവീസുകൾ ഉടൻ പുനരാരംഭിക്കുമെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. ഘട്ടം ഘട്ടമായി സർവീസുകൾ പഴയപടിയാക്കും. യൂറോപ്പ്, കാനഡ, അമേരിക്ക എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളും വേഗത്തിൽ പുനരാരംഭിക്കുമെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു ടെലിഫോൺ ലൈനിൽ. അച്യുതൻ, അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടം, അതുണ്ടാക്കിയ ആഘാതം, അതിനുശേഷമുണ്ടായ ആശങ്കകൾ, അതിനിടയിലാണ് ഇങ്ങനെ ഒരുപാട് സർവീസുകൾ എയർ ഇന്ത്യ വെട്ടിച്ചുരുക്കുകയും റദ്ദാക്കുകയും ഒക്കെ ചെയ്തത്. വലിയ പരിശോധന എയർ ഇന്ത്യയിൽ നടക്കുന്നുമുണ്ട്, അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത ആശ്വാസമുള്ളതാണ്. പ്രത്യേകിച്ചും പ്രവാസികളായുള്ള ആൾക്കാർക്കൊക്കെയുള്ള വലിയ ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. എന്താണ് എയർ ഇന്ത്യ എങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കുന്നത്? പ്രജിൻ, ഇന്നലെ ഇറാന്റെ ആക്രമണം ഖത്തറിലുണ്ടായ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഈ മിഡിൽ ഈസ്റ്റിലേക്കുള്ള വ്യോമ ഗതാഗതത്തെ അത് സാരമായി ബാധിച്ചത്. പല എയർലൈനുകളും അവരുടെ സർവീസുകൾ ഈ മിഡിൽ ഈസ്റ്റിലേക്കുള്ളത് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. അതിൽ എയർ ഇന്ത്യ ഇന്നലെ തന്നെ അറിയിച്ചത് മിഡിൽ ഈസ്റ്റിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കുന്നു, ഒപ്പം പുറപ്പെട്ട വിമാനങ്ങൾ വഴിതിരിച്ചു വിടുന്നു എന്നതായിരുന്നു എയർ ഇന്ത്യ ഇന്നലെ നടത്തിയ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവന. എന്നാൽ അതിനുശേഷം ഇപ്പോൾ എയർ ഇന്ത്യ അറിയിക്കുന്നത് ഈ മിഡിൽ ഈസ്റ്റിലെ വ്യോമ അതിർത്തി അത് പല രാജ്യങ്ങളും തുറന്നതോടുകൂടി വിമാന സർവീസുകൾ ഉടൻ തന്നെ പുനരാരംഭിക്കും എന്നതാണ്. അതായത് ഇന്ന് തന്നെ അത് സർവീസുകൾ പുനരാരംഭിക്കും. എന്നാൽ അതൊരു പൂർണ്ണ തോതിൽ എത്തുന്നത് നാളെയോടുകൂടി ആയിരിക്കും എന്ന കാര്യം കൂടി എയർ ഇന്ത്യ അറിയിക്കുന്നു. ഒപ്പം യൂറോപ്പിലേക്കുള്ള വിമാന സർവീസുകളും ഇന്ന് പുനരാരംഭിക്കും എന്ന് എയർ ഇന്ത്യ അറിയിക്കുന്നുണ്ട്. യുഎസിന്റെയും കാനഡയുടെയും കിഴക്കൻ തീരത്തേക്കുള്ള വിമാന സർവീസുകൾ എത്രയും വേഗം ആരംഭിക്കും എന്നുള്ളതാണ്. അതായത് സുരക്ഷിതമല്ലാത്ത വ്യോമപാതകൾ ഒഴിവാക്കും എന്നതാണ് എയർ ഇന്ത്യ നൽകിയിരിക്കുന്ന യാത്രക്കാരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്താണ് അത്തരം തീരുമാനമെടുക്കുന്നത് എന്നതാണ് എയർ ഇന്ത്യ പ്രസ്താവനയിലൂടെ അറിയിക്കുന്നത്. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.